രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. എനിക്ക് ആകെയുള്ളത് സമ്പത്തായിട്ടുള്ളത് ഈ ജടയും ഈ വൽക്കലവും മാത്രം. ഇത് ആർക്കും സുലഭമായിട്ട് കാട്ടിൽ നിന്ന് കിട്ടുന്നതുമാണ് ഈ വൽക്കലാദികളൊക്കെ. അങ്ങനെയുള്ള എന്നെ കൊല്ലാൻ ആഗ്രഹിക്കുന്നത് ആരാണ്? ആരോടാണ് ഞാൻ അപകാരം ചെയ്തിട്ടുള്ളത്? ആ ഋഷി നിലവിളിക്കുന്നത് ഞാൻ കേട്ടു. ആ നിലവിളി അവസാനിക്കുന്നില്ല. മാതരം പിതരം ചോഭൗ അനുശോചാമി മദ്വധേ. ഞാനിങ്ങനെ കൊല്ലപ്പെടുന്ന ഈ അവസരത്തില് എന്നെ കുറിച്ച് ഓർത്ത് ഞാൻ ദുഃഖിക്കുന്നില്ല. എന്റെ അമ്മയെ കുറിച്ച് ചിന്തിച്ചിട്ടും എന്റെ അച്ഛനെ കുറിച്ച് ചിന്തിച്ചിട്ടുമാണ് ഞാൻ വേദനിക്കുന്നത്. അവർക്കിനി ആരുണ്ട്? അവർക്ക് ആരും തന്നെയില്ല. തദേതൻ മിഥുനം വൃദ്ധം ചിരകാലഭൃതം മയ. അവർ രണ്ടുപേരും വാർദ്ധക്യം നന്നേ ബാധിച്ചവരാണ്. അവർ ഭാര്യാഭർത്താക്കന്മാർ. എന്റെ അച്ഛനും എന്റെ അമ്മയും അവര് ഒരു കുടുംബമായി കഴിയുന്നു. അവരുടെ ഏക സന്താനം ഞാൻ. അവരെ ഏറെക്കാലമായിട്ട് ഞാൻ വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് ശുശ്രൂഷിച്ചു വരുന്നു. രണ്ടുപേർക്കും കണ്ണു കാണാൻ നിവൃത്തിയില്ല. ആരോഗ്യത്തിന്റെ കുറവുമുണ്ട്. സ്വതന്ത്രമായിട്ട് അവർക്ക് ഇറങ്ങി നടക്കാനാവില്ല, ഒരു കാര്യവും ചെയ്യാനാവില്ല. അതുകൊണ്ട് ഏറെക്കാലമായിട്ട് ഞാനാണ് അവർക്ക് ആശ്രയം. അച്ഛനമ്മമാരെ ശുശ്രൂഷിക്കുക എന്നുള്ളത് പുത്രധർമ്മമാണ്. അതാണ് എന്റെ തപസ്. അത് ഞാൻ നിരന്തരമായിട്ട് ഏറെക്കാലമായിട്ട് ചെയ്തു വരുന്നു. അച്ഛനമ്മമാരെ ശുശ്രൂഷിക്കുന്നത് സന്താനങ്ങളുടെ തപസ്സാണ് എന്നത് ഭാരതീയ പാരമ്പര്യമാണ്. അതുകൊണ്ടാണ് ഭാരതത്തില് കുടുംബ വ്യവസ്ഥ ഉണ്ടായത്. അച്ഛനും അമ്മയും മക്കളും അതേപോലുള്ള ബന്ധുക്കളും എല്ലാവരും ചേർന്നതായ കുടുംബം, അവർ തമ്മിലുള്ളതായ സ്നേഹബന്ധങ്ങൾ, പരസ്പര സഹകരണം, അത് ഭാരതത്തിന്റെ പ്രത്യേകതയാണ്. പക്ഷേ പരിഷ്കാരം ഇപ്പോൾ പടിഞ്ഞാറ് നിന്നിട്ട് കടന്നു കയറി വന്നിട്ട് ഇതിനെല്ലാം ശൈഥില്യം ഉണ്ടാക്കുന്നുണ്ട്. നഷ്ടപ്പെട്ടു പോയിട്ടില്ല, ഇന്ന് നഷ്ടപ്പെട്ടു പോയിട്ടില്ല. നഷ്ടപ്പെടാതെ നിൽക്കാനുള്ള കാരണം രാമായണാദി മഹാഗ്രന്ഥങ്ങൾ ഉള്ളതുകൊണ്ടും അത് പാരായണം ചെയ്യുന്ന പാരമ്പര്യം ഉള്ളതുകൊണ്ടുമാണ്. അതുപോലെ തന്നെ ഈ കുടുംബ ബന്ധങ്ങളെയെല്ലാം ജീവിതത്തിന്റെ ഭാഗമാക്കി തീർക്കുന്ന ക്ഷേത്രങ്ങളും ക്ഷേത്ര ആരാധനകളും അനുഷ്ഠാനങ്ങളും വീട്ടിലെ അനുഷ്ഠാനങ്ങളും ഇതെല്ലാം കൂടി ചേർന്നിട്ട് ആ കുടുംബ ബന്ധങ്ങളെ നഷ്ടപ്പെടാതെ നിലനിർത്തുന്നു. എങ്കിലും അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള അത്യധികം ശക്തമായ പരിശ്രമങ്ങൾ കഴിഞ്ഞ ഏറെ നൂറ്റാണ്ടുകളായിട്ട് നടക്കുന്നു. ഇപ്പോഴും അത് നടക്കുന്നുണ്ട്. കുടുംബ ബന്ധത്തിന്റെ ദാർഢ്യം ഇവിടെ കാണാം. ആ യുവാവിന്റെ നിലവിളി അച്ഛനമ്മമാരെ ഓർത്തിട്ട്, തനിക്ക് മരണം വരുന്നത് ഓർത്തിട്ട് അയാള് വേദനിക്കുന്നില്ല. മൈ പഞ്ചത്വമാപന്നെ കാമൃത്യം വർത്തയിഷ്യതി. ഞാൻ മരിച്ചുപോയി കഴിഞ്ഞാല് അവരെങ്ങനെയാണ് പിന്നെ ജീവിക്കുക? അവരെ നോക്കാനായിട്ട്, പരിപാലിക്കാനായിട്ട്, അവർക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട്, വെള്ളം കൊടുക്കാനായിട്ട് ആരും തന്നെ ഇല്ലല്ലോ. അവർ രണ്ടുപേരും വൃദ്ധരാണ്. ഇപ്പോ ഒരൊറ്റ അമ്പ് കൊണ്ട് എന്റെ നേരെ അമ്പ് പ്രയോഗിച്ച മനുഷ്യൻ എത്ര പേരെയാ കൊന്നിരിക്കുന്നതെന്നറിയോ? വൃദ്ധൗച മാതാപിതരവും അഹം ച ഏക ഇഷുണാഹത. ഒരൊറ്റ ഇഷു കൊണ്ട്, ഒരൊറ്റ അമ്പ് കൊണ്ട് എന്നെയും അതേപോലെ തന്നെ വൃദ്ധരായിരിക്കുന്ന എന്റെ മാതാപിതാക്കളെയും
ആ ക്രൂരൻ ഇതാ കൊന്നു കഴിഞ്ഞിരിക്കുന്നു. ഇതിനു വേണ്ടിയിട്ടാണ് ഈ പ്രകാരത്തിലുള്ള കൊടും കൃത്യം ചെയ്യപ്പെട്ടത് എന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. ഇങ്ങനെ ആ യുവാവ്, ശബ്ദം കൊണ്ട് യുവാവാണ് എന്ന് വ്യക്തം, അങ്ങേറ്റം ദുഃഖത്തോടു കൂടിയിട്ട് നിലവിളിക്കുന്നത് കേട്ടു. താം ഗിരം കരുണം ശ്രുത്വ മമ ധർമാനുകാംക്ഷേണ. കരുണരസം നിറഞ്ഞതായ, ദുഃഖം നിറഞ്ഞതായ ആ കരച്ചിൽ കേട്ടിട്ട്, ഞാനാണെങ്കിലോ അധർമ്മം ആഗ്രഹിക്കുന്നവനല്ല, അധർമ്മം ചെയ്യാൻ ഉദ്യുക്തനല്ല, നാളിതുവരെ അധർമ്മം ചെയ്തിട്ടില്ല, അധർമ്മം ജീവിതത്തിൽ ഒരിക്കലും ചെയ്യുകയുമില്ല. അത് ഇക്ഷ്വാകുക്കളുടെ പാരമ്പര്യമാണ്. ധർമ്മത്തെ നിലനിർത്തുന്നവരാണ് ഇക്ഷ്വാകുക്കൾ. അതുകൊണ്ടാണ് ആ വംശത്തിന് സൂര്യവംശം എന്ന് പേര് വന്നത്. സൂര്യൻ ലോകത്തെ മുഴുവൻ നിലനിർത്തുന്നു, ലോകത്തിന് വേണ്ടുന്നതെല്ലാം നൽകി. അതേ പ്രകാരത്തിൽ ലോകത്തെ മുഴുവൻ നിലനിർത്തുന്ന രാജാക്കന്മാരാണ് ആ വംശത്തിൽ പിറന്നവർ. ലോകത്തെ നിലനിർത്തുന്നത് ധർമ്മമാണ്. അങ്ങനെ ധർമ്മത്തെ സംരക്ഷിക്കുന്നവരാണ്. ധർമ്മത്തെ നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ഞാൻ, ധർമ്മം മാത്രം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഞാൻ, ഓരോ വാക്കിലും ഓരോ ചിന്തയിലും ഓരോ പ്രവൃത്തിയിലും ഓരോ ശ്വാസത്തിലും ധർമ്മം തന്നെ ആചരിക്കാൻ കൊതിക്കുന്ന ഞാൻ, ഇപ്പോ ഇങ്ങനെ ഈ നിലവിളി, താൻ പ്രയോഗിച്ച അമ്പിനാൽ ഒരാൾ കൊല്ലപ്പെടുന്നു എന്നറിഞ്ഞിട്ട് കരാഭ്യാം സശരം ചാപം, ഞാൻ ഓടി അടുത്തു ചെന്നു. ആ ആളിനെ കണ്ടപ്പോഴേക്കും എന്റെ കൈകളിൽ നിന്ന് അമ്പും വില്ലുമെല്ലാം എന്റെ 2 കൈകളിൽ നിന്നും അപതദ്ഭുവി, ഭൂമിയിലേക്ക് വീണു. ക്ഷത്രിയന്റെ കയ്യിൽ നിന്ന് ആയുധം നിലത്ത് വീഴില്ല. ഒരിക്കലും വില്ലോ അമ്പോ നിലത്ത് വീഴില്ല. ആയുധം വേറൊരാളുടെ കയ്യിൽ കൊടുക്കാനോ അല്ലെങ്കിൽ ആയുധം നിലത്ത് വെക്കാനോ ആർക്കും ഒരു ക്ഷത്രിയനോട് പറയാനോ അധികാരമില്ല. എന്നിരിക്കവേ ഈ ക്ഷത്രിയ രാജകുമാരന്റെ കയ്യിൽ നിന്ന് അമ്പും വില്ലും നിലത്ത് വീണു. അദ്ദേഹത്തിന്റെ മനസ്സിൽ എത്രമാത്രം ദുഃഖമുണ്ടായി, അതിന്റെ തീവ്രത എന്താണ് എന്ന് ആ സംഭവത്തിൽ നിന്നിട്ട് നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ധർമ്മം മാത്രം കൊതിക്കുന്ന ഞാൻ ഇത്ര ക്രൂരമായ അധർമ്മം ചെയ്തുവല്ലോ എന്ന കുറ്റബോധം മഹാരാജാവിന്റെ മനസ്സിനെ ആകെ പിടിച്ച് ഉലച്ചു കഴിഞ്ഞിരുന്നു. എന്നിട്ട് ഞാൻ പരിഭ്രമത്തോടു കൂടിയിട്ട് ആ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ഓടിച്ചെന്നു. ചൈതന്യമില്ലാത്തവനെ പോലെ, ജീവനില്ലാത്തവനെ പോലെയാണ് ഞാൻ അവിടേക്ക് ഓടിച്ചെന്നത്. അവിടെ ചെല്ലുമ്പോഴോ തൻ ദേശം അഹമാഗമ്യ, ആ ദേശത്തിലേക്ക്, ശബ്ദം പുറപ്പെട്ട ദേശത്തിലേക്ക് ഞാൻ എത്തിച്ചേർന്നപ്പോഴേക്കും അവിടെ അപശ്യം ഇഷുണാതീരെ സരയുവ താപസം ഹതം, ആ സരയു നദിയുടെ തീരത്ത് അമ്പേറ്റിട്ട് മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന താപസനെ, യൗവനാവസ്ഥയിലേക്ക് പ്രവേശിക്കുന്ന താപസനെ ഞാൻ നേരിട്ട് കണ്ടു. അതുകൂടി കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ ആകെ തകർന്നു. കൗസല്യയോട് ദശരഥൻ ദുഃഖത്തോടുകൂടി പറഞ്ഞു കേൾപ്പിക്കുകയാണ്. അവകേരണ ജടാഭാരം, കെട്ടിവെച്ചിരുന്നതായ ജട അഴിഞ്ഞ് ചിതറിക്കിടക്കുന്നു. പ്രവിദ്ധ കലശോദകം, ആ കുടത്തിൽ വെള്ളം നിറച്ചതാണ്, നിറച്ച് എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങുകയായിരുന്നു. അപ്പോഴാണ് അമ്പ് തകർത്ത് കളഞ്ഞത്. ആ കലശം അതോടെ നിലത്ത് വീണു. മുനികുമാരനും വീണു, കലശവും വീണു. ആ കലശത്തിലെ വെള്ളം മുഴുവൻ അങ്ങനെ ചിതറി നാലുപാടും കിടക്കുന്നു. പാംസ ശോണിത ദിഗ്ധാംഗം, ആ മുനികുമാരൻ അവിടെ കിടന്ന് പിടയുകയാണ്. അപ്പോഴേക്കും അവിടെ ആ സരയൂ തീരത്തുള്ളതായ മണ്ണ് മുഴുവൻ ആ മുനികുമാരന്റെ ശരീരത്തിൽ പുരണ്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല, മുറിവിൽ നിന്ന് ധാരധാരയായിട്ട് രക്തം പ്രവഹിക്കുന്നു. ആ രക്തവും അവിടെ മുഴുവൻ വ്യാപിച്ച് ആ രക്തത്തിൽ കിടന്ന് പിടയുന്നു മുനികുമാരൻ. ശരീരം മുഴുവൻ രക്തം പുരണ്ട്
അങ്ങനെ ഭൂമിയില് ആ സരയൂ തീരത്ത് ആ വെറും മണ്ണില് വീണ് കിടക്കുന്ന ആ കുമാരനെ ഞാൻ നേരിട്ട് കണ്ടു. എങ്ങനെ ശല്യവേധിതം, ആയുധത്താല് തകർത്ത് എറിയപ്പെട്ടതായ കുമാരനെ ഞാൻ കണ്ടു. ആ അവസരത്തില് സ മാം ഉദ്വീക്ഷ്യ നേത്രാഭ്യാം ത്രസ്തം അസ്വസ്ഥ ചേതനം, ആ ബാലകൻ ആരോ ഒരാൾ ഓടി അടുത്തേക്ക് വരുന്നു എന്നുള്ളത് ശബ്ദം കൊണ്ട് മനസ്സിലാക്കിയിട്ട് എന്നെ തല ഉയർത്തി നോക്കാനായി ശ്രമിച്ചു. അയാൾക്ക് നേരെ നോക്കാനായി സാധിക്കുന്നില്ല, തല ഉയർത്താൻ സാധിക്കുന്നില്ല. എങ്കിലും വളരെ കഷ്ടപ്പെട്ട് രണ്ട് കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോ മുമ്പ് നിൽക്കുന്നത് ഞാൻ. എങ്ങനെ ആകെ ഭയന്നു പോയവൻ, എല്ലാ പ്രകാരത്തിലും ഞാൻ ഭയന്നു പോയിരിക്കുന്നു. എന്റെ മനസ്സ് അങ്ങേറ്റം അസ്വസ്ഥമായി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള എന്റെ ആ മാനസികാവസ്ഥ എന്റെ രൂപത്തിൽ നിന്ന് തന്നെ ഗ്രഹിക്കാനായി സാധിക്കും. അപ്പോഴേക്കും ആ രൂപം കണ്ടിട്ട് തന്നെ അമ്പെയ്ത് വീഴ്ത്തിയാൽ ഇതാ സമീപത്ത് വന്ന് നിൽക്കുന്നു എന്നറിഞ്ഞിട്ട് ഇരുട്ടത്ത് മങ്ങിയ നിലയിലേ കാണാൻ കഴിയുന്നുള്ളൂ. പോരാത്തതിന് അമ്പേറ്റ അവസ്ഥയിലുമാണ്. നല്ല പ്രകാശത്തിൽ പോലും വ്യക്തമായി കാര്യങ്ങൾ കാണാൻ കഴിയാത്ത അവസ്ഥയിലാണ് മുനികുമാരൻ. അപ്പോ ഈ അമ്പേറ്റ അവസ്ഥയിൽ ആ ഇരുട്ടത്തിൽ എത്രമാത്രം കാണും. അങ്ങനെ മങ്ങിയ രൂപത്തിൽ എന്നെ കണ്ടിട്ട് ആ ബാലകൻ എന്നോട് പറഞ്ഞു, ഇതിവാച വജക്രൂരം ദിദക്ഷൻ ഇവ തേജസ, തന്റെ തേജസ് കൊണ്ട്, തന്റെ തപോബലം കൊണ്ട്, തന്റെ കണ്ണുകളാൽ നോക്കി എന്നെ ദഹിപ്പിക്കുന്നവനെ പോലെ ആ മുനികുമാരൻ ഇങ്ങനെ എന്നോട് പറഞ്ഞു. ആ നോട്ടം എനിക്ക് ഭീതിതമായി തോന്നി. എന്താ, അതിൽ നിന്നിട്ട് അഗ്നി ചിതറുന്ന പോലെ ഇരിക്കുന്നു. കിം തവ അപകൃതം രാജൻ വനേ നിവസതാമയ, കാട്ടിൽ വസിക്കുന്നവനായി ഞാൻ. നാട്ടിലല്ല, നാട്ടിലാകുമ്പോഴേക്കും സമ്പത്ത്, നാടിന്റെ ഏറ്റവും പ്രിയപ്പെട്ടതായ ഒരു പദാർത്ഥമാണ്. ആരെയും ആകർഷിക്കുന്നത് സമ്പത്താണ്. അപ്പൊ അതിന്റെ പേരിൽ പല പ്രകാരത്തിലുള്ളതായ കോലാഹലങ്ങൾ, മത്സരങ്ങൾ, വിരോധങ്ങളൊക്കെ നാട്ടിലുണ്ടാകും. ലൗകിക ജീവിതം മനുഷ്യന് അങ്ങനെയൊക്കെയാണ്. അത് മഹായുദ്ധങ്ങളായി, ലോകമഹായുദ്ധങ്ങളായി ഒക്കെ വളരും. അതിന്റെ എല്ലാം പിന്നീട് സമ്പത്താണ്. നമ്പ്യാര് തന്നെ അദ്ദേഹത്തിന്റെ തുള്ളൽ കഥകളിൽ മനുഷ്യന്റെ ഈ സ്വഭാവത്തെക്കുറിച്ച് ഹാസ്യം നിറഞ്ഞ് പരിഹാസത്തോടുകൂടി പറഞ്ഞിട്ടുണ്ടല്ലോ. കനകം മൂലം, കാമിനി മൂലം കലഹം, പലവിധം ഉലകിൽ സുലഭം എന്ന്. അതാണ് നഗരത്തിലും ഗ്രാമത്തിലും ഒക്കെ വസിക്കുമ്പോഴുള്ളതായ മനുഷ്യന്റെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന ഒരു ഘടകം, കനകം. ഞാൻ ഇവിടെ വനത്തിൽ വസിക്കുന്നവൻ. അപ്പോ ഒരു കാരണവശാലും വേറെ ആരോടും മത്സരത്തിനിടയില്ല. ആർക്കും എന്നോട് മത്സരം ഉണ്ടാകാനും ഒരു സാഹചര്യവുമില്ല. അങ്ങനെ കാട്ടിൽ വസിക്കുന്ന എന്നാൽ ഞാൻ എന്ത് അപകാരമാണല്ലയോ എന്റെ മുന്നിൽ നിൽക്കുന്ന മനുഷ്യ ഞാൻ ചെയ്തത് എന്ന ആ ചോദ്യത്തിന്റെ അർത്ഥം.